ഹലോ. ജീവിതത്തിലൊരു കെമിസ്ട്രി ഉണ്ട്. അധ്വാനിക്കുന്ന മനുഷ്യൻ എന്നും അധ്വാനിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന മനുഷ്യനോ അതങ്ങനെ തുടരുകയും ചെയ്യും. മറിമായം മലയാളി പ്രേക്ഷകർക്ക് ഇത്രയധികം ഇഷ്ടമായിട്ടുള്ള ഒരു TV സീരീസ് വേറെ ഉണ്ടായിരിക്കില്ല. നമ്മളെല്ലാവരും മറിമായം ഒട്ടും മടുപ്പില്ലാതെ കാണുന്നവരാണ്. അപ്പൊ മറിമായം ടീം ഒരു സിനിമയായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് കേൾക്കുമ്പോഴോ നമ്മൾ അതിനായി കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന ഒരു മലയാളി പ്രേക്ഷകനാണ് ഞാനും. ഈ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ, മറിമായം ടീം അവതരിപ്പിച്ച പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്റെ അഭിപ്രായമാണ് പങ്കുവെക്കാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിലെ പാട്ടുകളാണ്. ഇതിലുള്ള പാട്ടുകൾ നമ്മളൊരു 90s അതുപോലെ 2000 ആ കാലഘട്ടത്തിലൊക്കെ കേട്ടിട്ടുള്ള നമ്മൾ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തി വീണ്ടും 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 കേൾക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് പാട്ടുകളാണ് ഇതിലുള്ളത്. അത് പറയുമ്പോഴും മ്യൂസിക് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് BGM പല സ്ഥലങ്ങളിലും അരോചകമായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സിനോടൊക്കെ അടുക്കുന്ന സീനുകളിൽ അരോചകമായി തോന്നി BGM. പക്ഷെ സോങ്സ് എല്ലാം കിടുവായിരുന്നു. ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്ന പല രീതികളും കാണുമ്പോൾ നമുക്ക് സീരിയൽസിനെ ഓർമ്മ വരും. പല സ്ഥലങ്ങളിലും അത് അഭംഗിയായിട്ട് തോന്നി. പക്ഷേ ഇതിലെ ഷോട്ടുകളിൽ പലതും, പ്രത്യേകിച്ച് ആ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന്റെ ഭംഗി ഉണ്ടായിരിക്കണം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ബസ്സൊക്കെ വരുന്ന ആ സ്ഥലമൊക്കെ കാണിക്കുന്നത് വളരെ ഭംഗിയായിരുന്നു. മറിമായം ടീമിൽ നിന്ന് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആക്ഷേപഹാസ്യമാണ്. ഇതിലും ആക്ഷേപഹാസ്യത്തിന് ഒരു കുറവുമില്ല. ചില കാര്യങ്ങളൊക്കെ, ചില തമാശകളൊക്കെ നമുക്ക് വളരെ ആസ്വദിച്ച് ചിരിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ചില തമാശകളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. നമ്മൾ കോമഡികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും ഈ മറിമായം ടീം ആ TV സീരീസിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് ചിരിയിലൂടെ നമ്മളെ ബോധവാന്മാരാക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ടീം ചെയ്യാൻ പാടില്ലാത്ത ചില തമാശകളും ഇതിൽ കണ്ടു. അതായത് സാധാരണ ഇതുപോലെയുള്ള പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ് ചെയ്യുന്ന ആൾക്കാർ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഒട്ടും നമുക്ക് ഒരു പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ സമൂഹത്തിന് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റാത്ത ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു അതില്. സിനിമ പലയിടങ്ങളിലും ഒരു മറിമായം എപ്പിസോഡ് പോലെ തന്നെ തോന്നി. ചില സമയങ്ങളിൽ, പ്രത്യേകിച്ച് ആ പാട്ടൊക്കെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു സോങ്സ്. വാവ്, ഇതെന്തൊരു മറിമായം എന്ന് തോന്നി. പക്ഷെ ചില സമയങ്ങളിൽ ചില കോമഡിയും അതുപോലെ ചില കഥാസന്ദർഭങ്ങളൊക്കെ കാണുമ്പോൾ ഇത് എന്ത് മറിമായം, സാധാരണ മറിമായത്തിന്റെ സ്റ്റാൻഡേർഡ് ഒന്നും വന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എനിക്കിത് കണ്ടപ്പോൾ ഉണ്ടായത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെല്ലാവരും നമ്മുടെ മുമ്പേ കഴിവ് തെളിയിച്ചവരാണ്. നമുക്ക് എല്ലാവർക്കും അവരെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മണികണ്ഠൻ പട്ടാമ്പി, നിയാസ് ബക്കർ, അവരെയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിൽ ശരിക്കും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് സലീം ഹസൻ എന്ന് പറയുന്ന ആൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം വളരെ ഭംഗിയായിട്ട് പല ഇമോഷണൽ സീൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹവും ഒരു വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. പണ്ട് ഒരു TV പരിപാടിയിലൂടെയാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് വരുന്നത്. അതിൽ എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും അത് ആണെന്ന് തോന്നുന്നു. അത്രയും കൈയടക്കത്തോടെ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ ഇമോഷൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അഭിനേതാക്കളൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഉണ്ണി രാജയുടെ ഒക്കെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു നടിയുണ്ട്. വളരെ രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വളവുകളിലൂടെയും തിരിവുകളിലൂടെയും ഒക്കെ പോകുന്ന കഥ പല സ്ഥലത്തും അരോചകമായിട്ട് തോന്നി. ചില സമയങ്ങളിലൊക്കെ ഒരുപാട് മറിമായം എപ്പിസോഡ് കട്ട് ചെയ്ത് ഒന്നാക്കിയതുപോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ അവസാനത്തിനൊരു തൊട്ട് മുമ്പ് വരെയൊക്കെ കണ്ടിരുന്നെങ്കിൽ പോയിട്ടുണ്ട്. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്ക് ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് തോന്നിപ്പോയി. കുറച്ചു പേരൊക്കെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായി. മൊത്തത്തിൽ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഞാനീ പറയുന്നത് എന്റെ മാത്രം അഭിപ്രായമാണ്. വേറൊരാൾ കാണുമ്പോൾ ഒരുപക്ഷെ അവർക്ക് മികച്ചതായിട്ട് തോന്നാം. അങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങളും. നമ്മുടെയൊക്കെ ടേസ്റ്റ് ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് ഒരു ഏവറേജിൽ കുറഞ്ഞ ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അഭിപ്രായം കേട്ടതുകൊണ്ട്, എന്റെ അഭിപ്രായം കേട്ടതുകൊണ്ട് ഇത് കാണണ്ട എന്ന് തീരുമാനിച്ചവർ കാണുകയോ കാണണം എന്ന് തീരുമാനിച്ചവർ കാണാതിരിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ഇത് ഡിഫറെന്റ് ആയിട്ട് തോന്നുക. എന്തായാലും എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു മൂവി റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്